പ്രേരക ഘടകം എന്ന് വ്യക്തമാക്കട്ടെ. അത് വ്യക്തമാക്കേണ്ട അല്ല, അതല്ലേ പറയേണ്ടത്. അത് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റൂ എന്താണ് ഈ ക്യാബിനറ്റിനെ ചർച്ച ചെയ്ത ക്യാബിനറ്റിനെ ഒഴിവാക്കി ക്യാബിനറ്റ് അറിയാതെ ചർച്ച ചെയ്ത ക്യാബിനറ്റ് അറിയാതെയാണ് ഈ ഒപ്പിട്ടത്. എന്തുകൊണ്ടാണ് അത് ചെയ്തത്, എന്തിനാണ് ഇരുട്ടിൽ നിർത്തിയതെന്ന് മന്ത്രി ജി ആർ അനിലൊക്കെ ആദ്യം മുതൽ തന്നെ കടുത്ത വിമർശനം ആ വിഷയത്തിൽ ഉയർത്തുകയാണ്. ഇന്നലെ ബിനോയ് വിശ്വം അടക്കം സംസാരിക്കുമ്പോൾ മന്ത്രി ജി ആർ അനിൽ കൂടെയുണ്ട്. ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടെ ഇരിക്കുമ്പോഴാണ് ബിനോയ് വിശ്വം പറയുന്നത് എന്തൊരു സർക്കാരാണ് എന്ന് ബിനോയ് വിശ്വം ഇതെന്ത് സർക്കാരാണ് എന്ന് ബിനോയ് വിശ്വം ചോദിക്കും. എന്ത് കൂട്ടുത്തരവാദിത്വം ചോദിക്കുമ്പോൾ മന്ത്രി അവിടെ കൂടെയുണ്ട്. മന്ത്രി ജി ആർ അനിൽ ഇപ്പോഴും അതിൽ അമർഷം തുറന്നു തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ക്യാബിനറ്റ് അറിയാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമാവുന്നുണ്ട്. 16-ാം തീയതി ഈ ധാരണാപത്ര കാര്യങ്ങളൊക്കെ സെറ്റാകുമ്പോഴും ക്യാബിനറ്റിൽ ചോദിക്കുന്നുണ്ട് ഈ മന്ത്രിമാർ. പക്ഷേ ആരും ഒന്നും മിണ്ടാതെ ഇരിക്കുകയും ഒരു വഞ്ചനാപൂർവ്വം CPIക്ക് അത് വഞ്ചനാപൂർവ്വം ഉറപ്പായും തോന്നും എന്ന തരത്തിൽ പിന്നീട് ആരെയും അറിയിക്കാതെ പോയി ഒരു ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ പോയി ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാവണമെന്ന് ജി ആർ അനിൽ പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.